നമ്മുടെ നാട്ടിൽ നടക്കുന്ന അസമത്വങ്ങളും അനീതികളും ഉന്നത ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട അധികാരികളോ നേരിട്ടിറങ്ങിയാൽ തുടച്ചുമാറ്റാൻ കഴിയുന്നതേയുള്ളൂ. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ അവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അത്തരത്തിൽ വൈറലായ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുണ്ട് അങ്ങ് കർണാടകയിൽ. കർണാടക ഗതാഗത മന്ത്രി ബൈരതി സുരേഷ് മാസ്ക് ധരിച്ച് സാധാരണക്കാരനായി ബസ്സിലും ഓട്ടോയിലും മിന്നൽ പരിശോധനയ്ക്കിറങ്ങിയ മന്ത്രിക്ക് നേരിടേണ്ടി വന്നത് ബംഗളൂരു നഗരത്തിലെ സാധാരണക്കാരുടെ നിത്യേനയുള്ള ദുരിതങ്ങൾ. ചില്ലറ നൽകാത്തതിന്റെ പേരിൽ ആളറിയാതെ കണ്ടക്ടർ മന്ത്രിയെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടപ്പോൾ തുടർന്ന് കയറിയ ഓട്ടോറിക്ഷയിൽ മീറ്ററിലും അധികം തുക ഈടാക്കി ഡ്രൈവറും മന്ത്രിയെ പറ്റിച്ചു. മന്ത്രി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഈ പരിശോധനാ ദൃശ്യങ്ങൾ ഇപ്പോൾ സൈബർ ലോകത്ത് വൻതോതിൽ വൈറലായിരിക്കുകയാണ്. ബംഗളൂരു നഗരത്തിലെ ബസ് യാത്രക്കാർ നേരിടുന്ന ദുരിതങ്ങൾ നേരിട്ടറിയാനാണ് മന്ത്രി ബൈരതി സുരേഷ് മാസ്ക് ധരിച്ച് ഹെബ്ബാളിൽ നിന്ന് നാഗശെട്ടിഹള്ളിയിലേക്കുള്ള BMTC ബസ്സിൽ കയറിയത്. ടിക്കറ്റ് എടുക്കാനായി മന്ത്രി 100 രൂപയുടെ നോട്ട് നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ചില്ലറ തന്നെ വേണമെന്ന് കണ്ടക്ടർ ശാഠ്യം പിടിച്ചു. തന്റെ കയ്യിൽ ചില്ലറയില്ലെന്ന് മന്ത്രി മറുപടി നൽകിയതോടെ എങ്കിൽ തനിക്കും ടിക്കറ്റ് തരാൻ കഴിയില്ലെന്നും ഉടൻ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങാനും കണ്ടക്ടർ ആവശ്യപ്പെട്ടു. മുന്നിൽ നിൽക്കുന്നത് ഗതാഗത മന്ത്രിയാണെന്ന് തിരിച്ചറിയാതിരുന്ന കണ്ടക്ടറോട് കൂടുതൽ തർക്കത്തിന് നിൽക്കാതെ മന്ത്രി ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. ബസ്സിൽ നിന്ന് ഇറക്കപ്പെട്ട മന്ത്രി പിന്നീട് യാത്ര തുടരാനായി ആശ്രയിച്ചത് ഒരു ഓട്ടോറിക്ഷയെയാണ്. അവിടെയും നഗരത്തിലെ ഓട്ടോക്കാരുടെ ചൂഷണം മന്ത്രിക്ക് നേരിട്ട് അനുഭവപ്പെട്ടു. യാത്ര കഴിഞ്ഞ മീറ്ററിൽ നോക്കിയപ്പോൾ 30 രൂപയാണ് കാണിച്ചതെങ്കിലും ഡ്രൈവർ മന്ത്രിയോട് 36 രൂപയാണ് ആവശ്യപ്പെട്ടത്. ഇതേക്കുറിച്ച് മന്ത്രി ചോദ്യം ചെയ്തപ്പോൾ മീറ്റർ ഉടൻ തന്നെ ശരിയാക്കുമെന്നായിരുന്നു ഡ്രൈവറുടെ തട്ടിക്കൂട്ടു മറുപടി. ഒടുവിൽ ഡ്രൈവർ ചോദിച്ച തുകയും നൽകി 40 രൂപയ്ക്കാണ് മന്ത്രി ഓട്ടോയിൽ നിന്നും ഇറങ്ങിയത്. തനിക്ക് നേരിട്ട അനുഭവങ്ങളുടെ വീഡിയോ മന്ത്രി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. വലിയ പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. AC മുറിയിലിരുന്ന് ഭരിക്കാതെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിക്കാൻ മാസ്ക് ധരിച്ച് തെരുവിലിറങ്ങിയ മന്ത്രിയുടെ നിലപാടിനെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം അഭിനന്ദിക്കുകയാണ്. ഇത്തരം മിന്നൽ പരിശോധനകൾ തുടർന്നാൽ മാത്രമേ നഗരത്തിലെ പൊതുഗതാഗത മേഖലയിലെ ചൂഷണങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കൂ എന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്.